നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബന്ധുക്കളെ കാണണമെന്നുണ്ടോ? എന്തിന്? ചെയ്ത സഹായങ്ങൾക്ക് നന്ദി ചോദിക്കാനോ? അതൊന്നും വേണ്ട. ചിലപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ സഹായിക്കാനായി ഈ അകത്ത് കിടക്കുന്ന സ്ത്രീയോ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ കാണും. അതാണല്ലോ ജീവിതം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ സാറേ. ശരി, ഓക്കെ. ശരി. ശ്യാമാൻറ്റി, എനിക്ക് പേടിയാവുന്നു. മോള് പേടിക്കണ്ട, അമ്മയ്ക്കൊന്നുമില്ല. ചേച്ചി ആക്സിഡന്റ് ആയ സ്ഥലത്തു നിന്നും ഇവിടെ കൊണ്ടുവന്ന ആളാ മരുന്ന് കൊണ്ടുവന്നത്. നിങ്ങളൊക്കെ എത്തിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അയ്യോ, പോയോ? അല്ല, ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ല. ഏയ്, അതൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മയുടെ സത്യമോളാ വിളിക്കുന്നത്. പിന്നെ കുട്ടികളെയും കൊണ്ട് പുറത്തിരുന്നാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അമ്മ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? അമ്മ വിളി കേക്കും മോളെ. കുറച്ചു കഴിയുമ്പോ കണ്ണു തുറന്ന് നമ്മളെയൊക്കെ നോക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് പുറത്തിരിക്കാം. അപ്പ അമ്മ ഒറ്റയ്ക്കാവില്ലേ? ഞങ്ങളൊക്കെ അമ്മയുടെ അടുത്തുണ്ടല്ലോ. അപ്പൊ പിന്നെ അമ്മ എങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? വാ മോളെ, പോ. ചെല്ലു മോളെ. എന്തിനാ സത്യ എങ്ങനെ സങ്കടപ്പെടുന്നത്? സത്യയുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആ നേഴ്സാൻറ്റി പറഞ്ഞതല്ലേ? അതല്ല, അമ്മയ്ക്ക് ആക്സിഡന്റിൽ എന്തോ പറ്റി. ഇനി എന്നെ അമ്മ കണ്ണു തുറന്ന് നോക്കില്ലേ? പിന്നെ നോക്കില്ലേ? കണ്ണു തുറന്ന് നോക്കുകയും ചെയ്യും. ആദ്യം തന്നെ സത്യ എവിടെയെന്ന് തിരക്കുകയും ചെയ്യും. ഉറപ്പാണോ? സത്യക്ക് എന്നെ വിശ്വാസമില്ലേ? പപ്പി എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. എന്താ പപ്പി, ഇന്ന് വിഷ്ണുച്ചന്റെയും കാർത്തികാന്റിയുടെയും കല്യാണോ? സത്യയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇനി ഇപ്പൊ ആ കല്യാണം നടക്കും. കാർത്തികാന്റി കെട്ടാനിരുന്ന ആ അങ്കിള് വന്നാ മതിയായിരുന്നല്ലേ? ഇനി അതൊന്നും നടക്കില്ല എന്റെ സത്യേ. ആ അങ്കിളിന്റെ വീട് എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി പറയായിരുന്നു പപ്പിയുടെ വിഷ്ണുവച്ചനെ രക്ഷിക്കണമെന്ന്. ദേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കണം. ഒരിടത്തേക്കും പോരുത്, കേട്ടല്ലോ? ഞാനൊന്ന് അകത്ത് കയറിയിട്ട് പെട്ടെന്ന് വരാം. അമ്മ കണ്ണു തുറന്നോ? ഇല്ല, കണ്ണു തുറക്കുമ്പോ സത്യമോളെ അകത്തേക്ക് വിളിപ്പിക്കാം. അതുപോലെ. അതുവരെ നല്ല കുട്ടികളായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കണം. പപ്പിമോളെ, ഗെയിം കളിച്ചോ? ഞാനിപ്പോ വരാവേ. നമുക്ക് വിഷ്ണുച്ചനെ ഒന്ന് വിളിച്ചാലോ? ചേച്ചിയമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയും ചെയ്യാം. അല്ലെങ്കിൽ കല്യാണം നടക്കോ ഇല്ലെന്ന് തിരക്കുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.